ടൈഗർ ഷെറോഫിൻ്റെ മാമാങ്കം. ബാഗി 4 സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും തെലുങ്ക് പടങ്ങൾ അടിച്ചുമാറ്റി യാതൊരുവിധ കാരണവുമില്ലാതെ ചാടിമറിയുന്നതായിരുന്നല്ലോ ബാഗിയുടെ മറ്റു ഭാവങ്ങൾ. എന്നാൽ ഇത്തവണ ഒരു വെറൈറ്റി ഉണ്ട്. ടൈഗറിൻ്റെ ഇറച്ചിക്കടയാണെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ എടാ കൊച്ച ഇത് ഗജിനിയല്ലേ, അല്ല അർജുൻ റെഡ്ഡി, അതുമല്ല ആനിമലും ആകാം, എന്ത് പണ്ടാരമെങ്കിലും ആവട്ടെ കണ്ടുപോയി. ഇതൊരു പ്രണയ കാവ്യമാണ്. റോണിയും അലീഷയും നേവിയോ കസ്റ്റംസോ എന്തോ പണ്ടാരമാണ് ഈ കിണാപ്പൻ റോണി. പടം തുടങ്ങുമ്പോൾ അലീഷ ഒരു ആക്സിഡൻറ്റിൽ സത്തുപോകുന്നു. ശേഷം കോമയിലായ ടൈഗർ പ്രീതി പ്രീതി ഹ്രാ ഹ്രാ എന്ന് വെക്കുന്നു. സോറി, അലീഷ മാറിപ്പോയി. കോമയിൽ നിന്ന് പുറത്തിറങ്ങിയ റോണിക്ക് പിന്നെ അങ്ങോട്ട് മൊത്തം ഹാലോസിനേഷനാണെന്ന് കാണിക്കുന്നു. ഇട്ടിരിക്കുന്ന ജട്ടി പോലും റോണിയുടേതല്ലെന്ന് വേദനയോടെ റോണി മനസ്സിലാക്കുന്നു. അലീഷ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ക്രിഞ്ച് ലവ് സ്റ്റോറി കാണിക്കുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഓടിച്ചുവിടാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇവൻ്റെ അപ്പൻ ജാക്കിക്ക് പോലും അത് സഹിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ്. അതാ അവസാനം ഒരു ട്വിസ്റ്റ് പൊളിയുന്നു. റോണിക്ക് മുന്നിൽ സാങ്കല്പിക ലോകം സൃഷ്ടിച്ച് റോണിയുടെ ലവറിനെ കടത്തിയത് വേറെ ആരുമല്ല, സഞ്ജയ് ദത്തിൻ്റെ ചാക്കോ. ചാക്കോയ്ക്ക് ഒരു പ്രണയിനി ഉണ്ടായിരുന്നു, അവന്തിക. അവന്തികയും അലീഷയും ഒരു ചെമ്പിൽ വേവിച്ചതുപോലെ ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്തിക ചത്തു. അതുപോലെ ഇരിക്കുന്ന അലീഷയെ ചാക്കോയ്ക്ക് വേണം. അതിനായിരുന്നു ഈ കലാപരിപാടി മുഴുവൻ കാണിച്ചു കൂട്ടിയത്. ചാക്കോ ജയിക്കുമോ റോണി ജയിക്കുമോ, അതോ അലീഷയെ രണ്ടായി വലിച്ചു കീറി ഓരോ പീസ് രണ്ടാളും കൊണ്ടുപോകുമോ? ഇത് കാണാനാണ് നിങ്ങൾ ബാഗി 4 കാണേണ്ടത്. ഇതിനിടയിൽ വേറെയും കഥാപാത്രങ്ങളുണ്ട്. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ടൈഗർ വെട്ടിക്കൊല്ലുന്ന 200ഓളം പേർ, സഞ്ജയ് ദത്ത് വെട്ടിക്കൊല്ലുന്ന 150ഓളം പേർ. ഇതൊക്കെ എന്തിനാണെന്നറിയില്ല, എന്നാലും സംഭവം കളറായില്ലേ, ചോരയും കത്തിയൊക്കെ ആയിട്ട്. ഇതിനിടെ വേറൊരു കഥാപാത്രം കൂടെ ഉണ്ട്. കള്ളും കഞ്ചാവും ഹാലോസിനേഷനും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ടൈഗറിനോട് ട്രൂലവുമായി വരുന്ന ഒരു ഗോൾ ഗേൾ. ബൈ ദ വേ, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നി മാറിയോ? അങ്ങനെ മുതുകളവൻ ചാക്കോയും ആംഗ്രി മാൻ ടൈഗറും തൻ്റെ പ്രണയിനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൻ മിറാക്കിൾ സംഭവിച്ച് സഞ്ജയ് ദത്ത് ടൈഗറിനെ തോൽപ്പിക്കാനൊന്നും പോകുന്നില്ല. അത് തന്നെ, അത്രേ ഉള്ളു, ഓണാണ്. ഇതിനിടയിൽ 8 പാക്ക് കാണിക്കാണ്ടിരിക്കാനും ചാടി മറിയാതിരിക്കാനും ഇവൻ ചാകണം. അതുകൊണ്ട് അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യത്തിൽ ടൈഗറിനോട് നന്ദിയുണ്ട്. A സർട്ടിഫിക്കറ്റും കത്തിയും ബ്ലഡും കാണിച്ച് പടം വിജയിപ്പിക്കാമെന്നുള്ള അന്ധവിശ്വാസം ഈ മൊണ്ണയായിട്ടങ്ങ് തീർത്തു തന്നിട്ടുണ്ട്. ഇതോടെ ഈ ട്രെൻഡ് അവസാനിച്ചു എന്ന ശുഭപ്രതീക്ഷയോടെ ബാഗി 5 വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.